സാറേ, ഇന്ത്യൻ സൈന്യത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് പാകിസ്ഥാനാണ്. കാരണം എന്ത് ചെയ്യും, നമ്മുടെ കര, നാവിക, വ്യോമസേനകൾ എന്ത് ചെയ്യുമെന്ന് ഏറ്റവും കൂടുതൽ ഭയമുള്ളത് പാകിസ്ഥാനാണ്. അപ്പം പാകിസ്ഥാൻ ആ ഭയമുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, ഇന്ത്യൻ സൈന്യത്തെ അപമാനിക്കുന്ന തരത്തിലാണ് പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന രാഹുൽ ഗാന്ധി ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയത്. ഇന്ന് വരെ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ശത്രുക്കൾ പോലും ഇന്ത്യൻ സൈന്യത്തെ അപമാനിക്കുന്ന തരത്തിൽ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ രാഹുൽ ഗാന്ധി പറയുകയാണ് 10% ആളുകളാണ് ഇന്ത്യൻ സൈന്യത്തെ നിയന്ത്രിക്കുന്നത് എന്നുള്ളത്. അതായത് ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ സൈന്യത്തിനകത്ത് ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കി സൈന്യത്തെ ചിഹ്നിച്ചിതറിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയുള്ള രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസ്താവനയായിട്ടാണ് അതിനെ സൈന്യം അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ കാണുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നത്, ഇന്ത്യക്കകത്ത് നിന്നുകൊണ്ട് ഇന്ത്യയുടെ കാവൽക്കാരായ സൈന്യത്തെ പറയുന്ന ഇയാളെ ഇനിയും ഇന്ത്യക്കകത്ത് വച്ചുകൊണ്ടിരിക്കണമോ എന്നാണ് ചോദ്യം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ശത്രുരാജ്യം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കും, ഞങ്ങൾ തോൽപ്പിക്കും അല്ലെങ്കിൽ മറ്റ്. പക്ഷേ ഈ സൈന്യങ്ങൾ അല്ലെങ്കിൽ അവർ പരസ്പര ബഹുമാനത്തോടുകൂടി പെരുമാറാറുണ്ട്. പിന്നെ പാകിസ്ഥാൻ നമ്മുടെ അവന്മാരുടെ വിവരക്കേട് കൊണ്ട് ഈ പറയുന്ന പോലെ മൃതദേഹത്തോടൊക്കെ അവമര്യാദയായിട്ട് പെരുമാറാറുണ്ട്. അത് അവരുടെ സൈന്യത്തിനകത്ത് അന്നേലും ഒരു കുഴിച്ചിടാതൊക്കെ പോകും. പിന്നെ നമ്മളെടുത്താണ് പല യുദ്ധങ്ങളിലും അതിൻ്റെ ആ വലിപ്പത്തിൽ തന്നെ അവരുടെ ആചാരങ്ങളോടുകൂടി തന്നെ നമ്മൾ സംസ്കരിക്കാറുണ്ട്. അപ്പം രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടാകും, യുദ്ധമുണ്ടാകും, അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുമെങ്കിലും ഒരു ചൈനയുടെ സൈന്യത്തെ ആണെങ്കിലും ഇന്ത്യ ബഹുമാനം കൊടുക്കുന്നുണ്ട്, സൈന്യത്തിൻ്റെ ഒരു ബഹുമാനം തിരിച്ചുകൊണ്ട്. അപ്പം അതിനകത്ത് ഒരു വലിയ വലിപ്പത്തിൽ അവർ ചെയ്യുന്ന ഒരു ജോലി, അത് ഏത് രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നതാണെങ്കിലും ആ ജോലിയുടെ ഒരു വലിപ്പം വലുതാണ്. കാരണം ആ ഒരു നമ്മൾ ഈ സൈന്യവും പോലീസും ഒക്കെ കൃത്യമായിട്ട് നിന്നില്ലെങ്കിൽ ഈ ന്യായം പറയുന്നത് അവിടെ എവിടെ ന്യായം പറയാനും നോക്കത്തില്ല, വൈകിട്ട് വീട്ടിൽ കിടന്നിറങ്ങാനും നോക്കത്തില്ല. നമ്മൾ പറയുമല്ലോ പോലീസ് കുഴപ്പമോ പട്ടാളം കുഴപ്പമോ അല്ലെ ഒക്കെ പറയും, നമ്മൾ കുറ്റങ്ങളൊക്കെ പറയും. പക്ഷേ ഒരു ദിവസം പോലീസ് ഒന്ന് പണി മുടക്കിയാൽ വീട്ടിൽ കിടന്ന് ഉറങ്ങാനും വണ്ടിയെ കയറി ഇരിക്കാനും റോഡെ നടന്നു പോകാനും ഒന്നും പറ്റാത്തൊരവസ്ഥ വരും. അപ്പം അത് വലിയൊരു നമുക്ക് തരുന്നൊരു സുരക്ഷ, ഇത് വലിയ കാര്യമാണ്. അത് വലിയ വലിപ്പത്തിൽ കണ്ടേ മതിയാവത്തുള്ളൂ. ആ വലിപ്പത്തിൽ കാണുന്നുമുണ്ട് വിവരമുള്ളത്. പക്ഷെ ഇദ്ദേഹം രാഷ്ട്രീയത്തിനകത്ത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് പരസ്പരം പഴിയാറാറുണ്ട്, കുഴപ്പങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. അതിനകത്ത് ഈ പറയുന്നത് പോലെ ഓരോരുത്തരെ സ്വാധീനിക്കാൻ വേണ്ടി, ഇപ്പം ഇതിൽ തന്നെ സ്വാധീനിക്കാൻ അവൻ്റെ താല്പര്യത്തിന് സംസാരിക്കും, മുസ്ലിങ്ങളെ സ്വാധീനിക്കാൻ അവൻ്റെ താല്പര്യത്തിന് സംസാരിക്കും, ഹിന്ദുവിന് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായാലും ഒക്കെ അത് രാഷ്ട്രീയത്തിനകത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ കണ്ടിട്ടുള്ളത്, ഇയാൾക്കപ്പുറം പല നേതാക്കന്മാരെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരിക്കൽ പോലും സൈന്യത്തിൻ്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ സൈന്യത്തെ ഈ പറയുന്നത് ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കാര്യം പോകുന്നു. ഇയാൾ എപ്പോഴും സൈന്യത്തെ നമ്മുടെ മർമ്മപ്രധാനമായിട്ടുള്ള കാര്യങ്ങളിൽ കയറി പിടിക്കുന്ന ഒരവസ്ഥ. രാഹുൽ ഗാന്ധി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇപ്പം അത് നിൽക്കുന്ന എന്താണ്, ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷനെതിരെയാണ്. ആണ് ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാജ്യം ലോകത്ത്. ഇതുപോലൊരു കഴിഞ്ഞ പ്രാവശ്യം 140ഓളം രാജ്യങ്ങൾ, അതിനകത്ത് ഏതാണ്ട് 80, 85, 90 രാജ്യങ്ങൾ നേരിട്ട് വന്നു ഇവിടുത്തെ ഇലക്ഷൻ എന്ത് നടക്കുന്ന പഠിക്കാൻ. ഈ പ്രക്രിയ എങ്ങനെയാണ് ഇത്രയും ഒരു 100 കോടി ജനം വോട്ട് ചെയ്യുന്നു, 150 കോടി ജനം ഉണ്ടല്ലോ, അത് 100 കോടി ജനത്തിനെ ഇത്ര സുതാര്യമായിട്ട് വോട്ട് ചെയ്യിച്ചിട്ട് ആ ജനാധിപത്യ സംവിധാനം എങ്ങനെ നടപ്പാക്കുന്നത് അതിശയമാണ്. അമേരിക്ക 30 കോടിയാണ്, അല്ലെങ്കിൽ ബാക്കിയുള്ള ഇലക്ഷൻ നടക്കുന്നത് എത്ര കോടിയുണ്ട് തന്നെ. അപ്പോൾ ഇത്രയും പേരെ ഇത്രയും സുതാര്യമായിട്ട് ഈ ജനാധിപത്യ സംവിധാനം കുറ്റമറ്റതാകുന്നു അല്ലെങ്കിൽ പ്രശ്നമില്ലാത്തതാകുന്നു. അവരൊക്കെ ഈ പറയുന്നത് പോലെ ആരോപണം പറയുമ്പോഴും അതിൻ്റെ ഡീറ്റെയിലിംഗ് നോക്കുമല്ലോ വലിയ വലിയ രാജ്യങ്ങൾ. മിഷനകത്ത് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാലും ജനാധിപത്യ സംവിധാനം കുഴപ്പമുണ്ടെന്ന് ഒരാൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവർ ശരിയാണോ തെറ്റാണോ നോക്കും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് പഠിക്കാൻ പറ്റുന്ന സമയത്താണ് ഇതിനെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തെ മൊത്തത്തിൽ കുഴപ്പത്തിലാക്കുന്ന രീതി സംസാരിക്കുന്നത്. സംസാരിച്ചങ്ങ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഈ സംസാരം ഈ പറയുന്ന പോലെ ജനാധിപത്യ രാജ്യമല്ല, അതിനകത്ത് സുതാര്യതയില്ല എന്ന് വേറെ എന്തെങ്കിലും ആവശ്യത്തിനകത്ത് ഈ രാജ്യത്തിനകത്ത് ഒരു അട്ടിമറിക്ക് വേണ്ടി ശ്രമിക്കുന്നതും അല്ലെങ്കിൽ അത് ദേശീയ തലത്തിൽ നമുക്കെതിരെ പ്രയോഗിക്കാൻ വേണ്ടി നിൽക്കുന്നതുമായിട്ടുള്ള രാജ്യങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് വടി കൊടുക്കുക നമ്മളെ അടിക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? അവർക്കും അറിയാം. പക്ഷെ ഇതും അതുപോലെ സൈന്യത്തെ കുറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്തോ രാജ്യത്തിനകത്ത് സൈന്യത്തിനകത്ത് ഏതെങ്കിലും സൈന്യത്തിനകത്ത് നമ്മൾ ചോദിക്കാറുണ്ടോ, നിങ്ങൾ മുസ്ലിം ആണോ, അതെ നിങ്ങൾ ഹിന്ദു ആണോ? സൈന്യത്തെ കാണുമ്പോൾ നമുക്കൊരു വലിയ ബഹുമാനമോ അവരോട് നമുക്കൊരു കൂറ. ഇപ്പൊ അതിനകത്ത് നേരത്തെ ഈ ഒരു സംവിധാനം കൊണ്ട് മുസ്ലിം അല്ല ജാതി അത് കുറവാണ് അല്ലെങ്കിൽ ഇത് പ്രശ്നമാണ്. ഇപ്പൊ ഇതിനകത്ത് കൊണ്ടുവന്നേക്കുന്ന മേൽജാതിക്കാരുടെ മാത്രം മേൽജാതി ബീഹാറിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, ബീഹാറിൽ ഈ അഗ്നിവീർ ഏറ്റവും കൂടുതൽ കത്തിക്കാൻ പറ്റിയിരുന്ന ഒരു സ്ഥലമായിരുന്നു ബീഹാർ.
നോക്കിയതായിരുന്നു. അത് അവിടെ അടിച്ചമർത്തി. കാരണം ഇതിന് തെറ്റിദ്ധാരണ വരുത്തി. അതായത് ബീഹാറിൽ നിന്നുള്ള ആൾക്കാർക്ക് സൈന്യത്തിൽ ചേരാൻ വലിയ താല്പര്യമുണ്ട്. ബീഹാറിൽ നിന്നുള്ള ആൾക്കാർ ഭൂരിഭാഗം വരുന്ന ഈ പറയുന്നത് പോലെ ആരാ? ദളിതർ, കൂടുതൽ ദളിതർ അല്ലെങ്കിൽ അത്തരത്തിൽ സാധാരണക്കാർ, പാവം പിടിച്ചോ. നമ്മുടെ ഈ പറയുന്ന യു പി, ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്തൊക്കെ എത്ര രാജ്യത്തിന്റെ ഇത്രയും പുരോഗതി വന്നപ്പോഴും അവിടെ ഇത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പുറകെ നിൽക്കുക. അപ്പോൾ ഡെവലപ്പായി വേണം. അപ്പോൾ അവിടുത്തെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പി. അവർക്ക് ഈ കാര്യങ്ങൾ ഇദ്ദേഹം പറയുമ്പോൾ അങ്ങനെ ഉണ്ടോ സംശയം തോന്നിയപ്പോഴേ 2 ദിവസത്തെ സംശയം, ഒരാഴ്ചത്തെ സംശയം, ഇലക്ഷൻ കഴിയുന്നിടം വരെയുള്ള സംശയം, അതിനുശേഷം വ്യക്തത വന്നാലും ഈ പറയുന്ന പോലെ ഇലക്ഷൻ ജയിക്കാൻ പറ്റുമല്ലോ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇയാൾ ഇതാണെന്നല്ല ചെയ്തത്, വ്യാജ പ്രചരണം നടത്തി. ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് 1 ലക്ഷം രൂപ വീതം വീട്ടിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് വ്യാജ ബോണ്ട് ഉണ്ടാക്കി കൊടുത്തില്ലേ, പിന്നെ വന്നില്ലേ ഇത് അതുപോലെ എന്തെല്ലാം പ്രചരണം നടത്തി. ഇതുപോലെ ജനത്തിനിടയ്ക്ക് ഇറങ്ങി ജാതിയുടെ കാര്യവും മതത്തിന്റെ കാര്യവും ഒക്കെ പറഞ്ഞില്ലേ. അന്നും ദളിതന്റെ കാര്യത്തിനകത്ത് തെറ്റിദ്ധാരണ യു പിയിൽ പരത്തിയാണല്ലോ സീറ്റ് മേടിച്ചത്. ഇപ്പോഴും ഈ ദളിതനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ സൈന്യത്തിനകത്ത് വരെ ജാതി മതവും ഒക്കെ. അപ്പൊ ഇതിനകത്ത് ഇപ്പം നമ്മൾ ഇത്ര സീരിയസ് ആയിട്ട് പറയുമ്പോൾ ട്രോളുകൾ വരുന്നുണ്ട്. കാരണം ഇയാള് വേസ്റ്റാണ്, പ്രശ്നമാണ്, രാജ്യവിരുദ്ധനാണ്, രാജ്യദ്രോഹിയാണ്, ഇയാൾ ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്നവനല്ല, ഒരു കാലത്തും വിശ്വസിക്കാൻ കൊള്ളുന്നവനല്ല, പരസ്യമായിട്ട് നമുക്കിടെ പ്രതിസന്ധിയിൽ മൊത്തം നമ്മുടെ ശത്രു രാജ്യങ്ങൾ സംസാരിക്കാൻ വേണ്ട ആയുധങ്ങൾ കൊടുക്കുന്നതാണെന്ന് ഉദാഹരണ സഹിതം ഇപ്പോൾ ആൾക്കാർ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുക. സിന്ദൂറിനകത്ത് ഈ പറയുന്ന കോൺഗ്രസിനകത്ത് ദേശീയ തലത്തിൽ അല്ലെങ്കിൽ രാജ്യത്ത് അംഗീകരിക്കുന്ന ഏറ്റവും ഒരു നേതാവ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം അതാ ശരി എന്ന് പറയുന്ന നേതാക്കന്മാരേ ഉള്ളല്ലോ. കാരണം അതിനകത്തൊന്നും എല്ലാം കിട്ടി, അച്ചാരം കിട്ടി, അല്ലെങ്കിൽ അതിന്റെ കെയറോപ്പിൽ നിന്ന് രാജ്യത്തെ പണ്ട് കൊള്ളയടിച്ചതുപോലെ വീണ്ടും കൊള്ളയടിക്കാൻ അവസരം കിട്ടുമെങ്കിൽ അതിനുവേണ്ടി നിൽക്കുന്ന നേതാക്കന്മാരൊക്കെ ഉള്ളു കോൺഗ്രസിനകത്ത്. പണ്ട് ഇതിന്റെ പണി അതാരെന്ന് ഇപ്പോൾ വ്യക്തത വരുത്തി ഓരോന്ന് ശശി തരൂർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ രാജ്യത്തിനേക്കുക, ഞാൻ കോൺഗ്രസ് ആണെന്ന് എനിക്ക് പറയണമെങ്കിൽ ഞാൻ സംസാരിച്ചു നോക്കത്തുള്ളൂ, ഈ രാജ്യത്തിന് വേണ്ടി സംസാരിച്ചു നോക്കത്തുള്ളൂ. അതാ കോൺഗ്രസ് എന്നാണ് ഈ പറയുന്ന ജനങ്ങളുടെ വിശ്വാസം. അപ്പൊ ഇപ്പൊ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് അതല്ല, നിങ്ങളുടെ താല്പര്യം വേറെയാ. അപ്പൊ ഏറ്റവും ഇവിടുത്തെ ഓരോ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും ജാതിമത ഭേദമന്യേ നമ്മളുടെ അമ്മമാരെ കൊന്നപ്പോൾ, നമ്മുടെ പെങ്ങന്മാരെ കൊന്നപ്പോൾ, നമ്മുടെ സഹോദരിമാരെ കൊന്നപ്പോൾ എതിർത്ത് ഇയാൾ അന്നേരം പറഞ്ഞത് ദൈവവാദി അല്ലയോ, അത് അവിടുന്ന് വന്നെയാണെന്ന് നോക്കണ്ടായോ, അതിന്റെ പുറകിൽ എന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ടോ? ഇന്റലിജൻസിന്റെ വീഴ്ച. ഇത് പറഞ്ഞവനും പാകിസ്ഥാനിന്റെ വിമാനം വീണെന്ന് ആ പാകിസ്ഥാൻ മാത്രം പറയുമ്പോഴും ലോകം മൊത്തം ചുമ്മാതെ ഈ അപകടന്മാർ പറഞ്ഞ ചുമ്മാതാണെന്നും, അല്ലെങ്കിൽ സാറ്റലൈറ്റ് ചിത്രങ്ങൾ നോക്കി ഇന്ത്യയുടെ വിജയം അല്ലെങ്കിൽ പാകിസ്ഥാന്റെ തകർച്ചയൊക്കെ ആഘോഷിച്ചപ്പം അതിനകത്ത് മുറുകെ പിടിച്ചിട്ട് പാർലമെന്റിൽ വന്നിട്ടും അത് പ്രത്യേകം ചർച്ച വെക്കണം, എത്ര വിമാനം വേണമെന്ന് പറഞ്ഞ ആളാ ഇയാള്. അപ്പൊ ഇയാൾ സൈന്യത്തെ അല്ല, ഇയാളുടെ ലക്ഷ്യം ഇന്ത്യക്കകത്ത് സംസാരിക്കുന്നത് ഇന്ത്യക്കെതിരെ, ഇന്ത്യക്ക് വെളിയിൽ സംസാരിക്കുന്ന ഇന്ത്യക്ക്. ഇന്ത്യയിൽ വെളിയിൽ പോയി ഇദ്ദേഹം കാണുന്നത് ഇന്ത്യക്കെതിരെ നീക്കം നടത്തുന്ന സാക്കിർ നായിക്കിന്റെ കൂട്ടും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ജോർജ് സോറസിന്റെ കൂട്ടും, അതുപോലെ ഈ ലോകത്തുടനീളമുള്ള ആ നീക്കത്തിന്റെ ഭാഗമായിട്ടുള്ള നേതാക്കന്മാരെ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഇതിന്റെ മൊത്തം ഡീറ്റെയിൽസ് ഇവിടെ ഇന്ത്യ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയുടെ പോക്കുമല്ല, ഇയാൾ അത് ഡീറ്റെയിൽ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ പരസ്യമായിട്ട് നമ്മൾ പറയുന്നില്ല, ആഭ്യന്തര വകുപ്പിനകത്ത് ഇയാളുടെ പണിയും ഇയാളുടെ ജോലി ഇയാളുടെ കാര്യവും ഒക്കെ ഉണ്ട്. ഇയാൾ സെക്യൂരിറ്റിയും കട്ട് ചെയ്ത് ഇയാൾ എവിടെയൊക്കെ പോകുമ്പോൾ ആരും അറിയുന്നില്ലെന്നുള്ളതാണ്. ഇയാൾ എന്താണ് ചെയ്യുന്നത്. അതായത് രാജ്യവിരുദ്ധനാണ്. പറഞ്ഞ പോലെ നേരത്തെ ഇതുപോലെ അറിയാമോ, നേരത്തെ നമ്മുടെ ഈ ചൈന ബോർഡറിൽ പിടിച്ചെടുത്തു, അവിടെ പട്ടാളക്കാരെ ഗാൽവാൻ സംഘർഷത്തില് ഈ പറയുന്ന പോലെ ചൈന പോലും, ചൈനയുടെ സ്വഭാവം അറിയാലോ, അവർ കൊടുക്കുന്ന വാർത്തയേ ഉള്ളൂ. സംഘർഷത്തിൽ നമുക്ക് വലിയ വിജയം ഉണ്ടായതാ. നമ്മളുടെ ഏതാണ്ട് 10 or 20 പട്ടാളക്കാർക്ക് അവിടെ അടിക്കാൻ ഒക്കത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കായികമായിട്ടേ ഒക്കത്തുള്ളൂ. നമ്മുടെ പട്ടാളക്കാർക്ക് ഒരു ഗുണമുണ്ട്, നമ്മുടെ പട്ടാളക്കാർക്ക് ഹൈറ്റാ. ചൈനക്കാരെ അറിയാം, നീളക്കുറവാണ്. നമ്മുടെ പട്ടാളക്കാർ അവിടെ നിർത്തിയേക്കുന്ന കമാൻഡോസ് എന്ന് പറഞ്ഞാൽ കയറ്റി പിടിച്ചു കളയും, ഇങ്ങനെ കൊണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചു കളയും. കാരണം ഇവന്മാർ കൈ നിൽക്കുമല്ലോ. അപ്പം അങ്ങനെ ഒരു 100-100 പേരെ ഒന്ന് കൊന്നു കളഞ്ഞു. എന്നിട്ട് അവസാനം നിവർത്തി കെട്ട് അവർ 25 പേരുടെ കാര്യം സമ്മതിച്ചു. ആ ബോർഡറിലെ വിഷയം അങ്ങനെ തീരുന്നത്. കാരണം നമ്മൾ നല്ല രീതിയിൽ എടുക്കും. അതിനകത്ത് നമ്മുടെ പട്ടാളക്കാർക്കിടെ മനോവീര്യത്തെ ചോദ്യം ചെയ്യുന്ന, പട്ടാളക്കാരൻ നാണമുണ്ടാക്കുന്ന രീതിയിലും ഈ പറഞ്ഞതുപോലെ അന്ന് പ്രസ്താവന നടത്തി. അത് ഒരു പട്ടാളക്കാരൻ ഈ പറയുന്നതുപോലെ അന്ന് ഈ ഒരു പട്ടാളക്കാരൻ അന്ന് കേസ് കൊടുത്തത് അത് അരുണാചൽപ്രദേശ് അതിർത്തി മുൻ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഡയറക്ടർ, മനസ്സിലായില്ലേ? ഇദ്ദേഹത്തിന് പട്ടാളക്കാർക്ക് മാത്രമേ അതിനകത്ത് ആ ഭാഗം നിന്ന് കേസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള പട്ടാളക്കാർ ഏറ്റെടുത്ത് അതിനെപ്പറ്റി പറയാനും സംസാരിക്കാനൊന്നും പോയില്ല. പക്ഷേ ഇദ്ദേഹത്തിനും അതേ ചാർജ് ഉണ്ട്. കോടതിയിൽ ഇദ്ദേഹം കേസ് കൊടുത്തു. ഇയാൾ വിചാരിച്ച കേസ് ഈ ചാർജ് ഇല്ലെന്ന്, പട്ടാളത്തിന്റെ അതേ അവസ്ഥയിൽ അതേ പോസ്റ്റിലോ കേസ് കൊടുത്ത കേസ് കോടതി ചോദിച്ചു, നിങ്ങൾ എന്തല്ലേ, നിങ്ങൾ ഇന്ത്യക്കാരനല്ലേ, നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാവോ? അതായത് ഇന്ത്യക്ക് ഒരു പരാജയം പറ്റിയാൽ സംസാരിക്കാവോ? പോട്ടെ, പരാജയം പറ്റി സംസാരിക്കാവോ? അതാണോ പറയുന്നത്?
അപ്പൊ നമ്മുടെ പട്ടാളത്തിന്റെ മനോവീര്യം കൊടുത്തുവോ, നമ്മുടെ പട്ടാളത്തെ മോശമാക്കുക, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ മോശമാക്കുക, എല്ലാം കുഴപ്പമാക്കുക, അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുക. ഇപ്പൊ നമ്മുടെ രാജ്യത്തിനകത്ത് ഇതേ രീതിയിൽ രാജ്യത്തിനെ കുഴപ്പമാക്കുക. ഇവിടെ പട്ടിണി കൂടില്ല, അല്ലെങ്കിൽ ഇവിടെ സന്തോഷമില്ല. സന്തോഷം മുമ്പ് ഇരിക്കുന്ന പാകിസ്ഥാനും ബംഗ്ലാദേശിനും സന്തോഷമുള്ളപ്പോൾ നമുക്ക് സന്തോഷക്കുറവായിരുന്നു. പട്ടിണി ഇവിടെ ആർക്കാ തന്നെ? ഇപ്പൊ ഇന്ത്യയിൽ ആർക്കും പട്ടിണിയൊന്നും ഇല്ല. നമ്മൾ എന്ന് വെച്ചാൽ പട്ടിണി ഉള്ളവന് പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട്. മറ്റേ ഇൻഡെക്സിനകത്ത് ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ആരും പട്ടിണി കിടക്കില്ല. ട്രംപ് പറഞ്ഞപ്പോൾ ഇയാൾ അത് ഏറ്റുപിടിക്കും. ഡെറ്റ് എക്കണോമി ഏറ്റുപിടിക്കും. അപ്പം രാജ്യത്തെ മോശമാക്കുക, അത് ആരുടെ ആവശ്യമായിരുന്നു? രാജ്യത്തിനപ്പുറത്ത് നമ്മുടെ ശത്രുക്കളുടെ ആവശ്യമായിരുന്നു. നമ്മൾ മോശമാണെന്ന് കാണിക്കും. അതിപ്പോൾ ഇദ്ദേഹം ഏറ്റെടുത്ത് പറയും. പക്ഷെ ഇപ്പം ലോകരാജ്യങ്ങൾക്ക് അത് തിരുത്തി പറയേണ്ടി വന്നു. കാരണം പണ്ട് ഇതുപോലെ പറഞ്ഞാൽ കുഴപ്പമില്ല. ഇപ്പൊ പല ഡേറ്റാസും അങ്ങനെ പറഞ്ഞാൽ അവരുടെ വിശ്വാസ്യതയെ ബാധിക്കുന്ന രീതിയിൽ വന്നു. അമേരിക്കൻ ഇവിടുത്തെ എക്കണോമി സ്റ്റേബിൾ ആണെന്ന് പറയേണ്ട രീതിയിൽ അമേരിക്കയിലെ അതിന്റെ പഠന കേന്ദ്രങ്ങൾക്ക് പറയേണ്ടി വന്നു. ആണെന്താ സ്റ്റേബിൾ, നമ്മുടെ എക്കണോമി സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞു നോക്കും. അല്ലെങ്കിൽ ഇവന്റെ ആ സിസ്റ്റത്തിന്, അല്ലെങ്കിൽ ആ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അത്തരത്തിലൊരു സംവിധാനം ഉണ്ടല്ലോ, ഒരു ഇത് അതിന് വിശ്വാസ്യത ഇല്ലാതാവും. നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്തിന് സ്റ്റേബിൾ ഉണ്ട്, അല്ലെങ്കിൽ സ്ഥിരമാണ്. ഇത് അങ്ങനെ പറയാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോൾ പറയുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഇന്ത്യയുടെ IMF പറഞ്ഞല്ലോ, ഇയാൾ ഇപ്പോഴും പറയാം ഡെഡ് എക്കണോമിയാണ്. ട്രംപ് പറഞ്ഞ ഡെഡ് എക്കണോമി, IMF പറഞ്ഞില്ലയോ? ഈ ലോകത്തെ ഏറ്റവും ഗുണകരമായിട്ട് അല്ലെങ്കിൽ ഗ്രോത്ത് നടക്കുന്ന 7% അടുത്ത 10 കൊല്ലത്തേക്ക് ഇവിടുത്തെ സ്ഥിരമായ അല്ലെങ്കിൽ എക്കണോമിക്കൽ ഗ്രോത്ത് നടക്കാൻ പോകുന്നത് ഇന്ത്യ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. ആ സ്ഥാനത്ത് 2% ഈ പറയുന്ന പോലെ ഗ്രോത്ത് നടക്കണമെങ്കിൽ അമേരിക്കയിൽ ഇപ്പോഴത്തെ GDPക്കകത്ത് 2% ഗ്രോത്ത് 30 കൊല്ലം വേണമെന്ന് പറഞ്ഞു. ചൈനയ്ക്കും വേണം 2% മുന്നോട്ട് 30 കൊല്ലം. അപ്പൊ നമ്മുടെ ഗ്രോത്ത് അത് ആരാ പറഞ്ഞത്? IMF പറഞ്ഞ്. IMF ആരുടെ? അല്ല, അതിനെയൊക്കെ നിയന്ത്രിക്കുന്നവരെ അമേരിക്ക. അപ്പൊ ആ രീതിയിൽ പറഞ്ഞു തുടങ്ങി. അന്നേരം ഇയാൾ ഇവിടെ നിന്ന് പറയുമോ അങ്ങനെ അല്ല ഡെഡ് എക്കണോമി, ശരിയാ. പൊട്ടനാന്ന് അംഗീകരിച്ചു. നമ്മളീ പറയത്തില്ലേ, പൊട്ടനാന്ന് എല്ലാവരും അംഗീകരിച്ചു. കാരണം അത്രയ്ക്ക് ഓരോ ദിവസവും പറയുന്ന കാര്യത്തിനകത്ത് അയാൾ ആർക്ക് വേണ്ടിയോ എന്തിനു വേണ്ടിയോ ഈ രാജ്യവിരുദ്ധനായിട്ട് സംസാരിക്കുന്നു എന്നുള്ള കാര്യം അയാൾക്ക് മാത്രമേ മനസ്സിലാവാതെ ഉള്ളൂ. കോൺഗ്രസിന് മനസ്സിലായി, ജനത്തിന് മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായി. അതേ രീതിയിലേക്കുള്ള ഒരു കാര്യം. ഇപ്പൊ 8ന്റെ പണിയെടുക്കും. ഇപ്പൊ തന്നെ ഇതിന്റെ കാര്യം, സൈന്യത്തിന്റെ കാര്യം പറഞ്ഞില്ലയോ? അല്ലെങ്കിൽ സവർണറുടെ കയ്യിലാണ് സൈന്യം എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറയും നായർ സാബ് എന്തോ നായർ സാബ് എന്ന് പറയുമല്ലോ സൈന്യത്തിൽ. അത് നായന്മാര്, ബ്രിഗേഡിയർ എന്ന് പറഞ്ഞ ബ്രാഹ്മണര്. ഈ പൊട്ട ഇങ്ങനെയാണ് വിചാരിച്ചു വെച്ചേക്കുന്നത്. ട്രോളുകൾ നമ്മൾ പറയുന്നല്ലോ, ട്രോളുകൾ പറയുന്നതാ. അത് കോൺഗ്രസ് ചാനലുകളിൽ പലതിലും വരുന്നതാ. പ്രവർത്തകർ തന്നെ പറയുന്നത്. അപ്പം ഇത് ഇയാളെ അതേ രീതിയിൽ അസഹനീയമായിട്ടുണ്ട്. ആർക്കാൾക്കൊന്നും ഇഷ്ടമല്ലെന്ന്. എനിക്കിഷ്ടമല്ല സൈന്യത്തെ കുറ്റം പറയുന്നത്. ഈ രാജ്യസ്നേഹികൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. എന്റെ അച്ഛൻ സൈനികൻ, എന്റെ സഹോദര സൈനികൻ. അച്ഛൻ സൈനികനും സഹോദരൻ സൈനികനും അല്ല. എന്റെ വീട്ടിൽ ആരും ഇല്ല പട്ടാളത്തിന്. എന്റെ ചിറ്റപ്പനെ കണ്ടാണ് ഉള്ളിയൊക്കെ മരിച്ചു വിടുക. പക്ഷെ നമുക്ക് സൈനികനോട് വല്ലാത്തൊരു വികാരമാണ്. അപ്പം ആ വികാരത്തിനെ വ്രണപ്പെടുത്തുന്നതിനകത്ത് ഇയാളെ ഇഷ്ടപ്പെടത്തില്ല. ഇയാൾ വെറുക്കപ്പെട്ടവനാവും. ഇയാൾക്ക് ഈ രാജ്യത്തിനകത്ത് ഒരു സേഫ്റ്റിയും ഇല്ല. സേഫ്റ്റി അല്ല, ആൾക്കാര് ചെരുപ്പ് വലിച്ചെറിയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അയാളുടെ പോക്ക് അങ്ങനെയാണ്. രാഹുൽ ഗാന്ധിയുടെ കാലഹരണപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും.